യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, രാജ്യത്തിന്റെ ഭരണഘടനയുടെ മേൽ എന്നെ നിയമിക്കൂ. ഞാൻ വിശ്വസ്തനും അറിവുള്ളവനുമാണ്. അദ്ദേഹത്തെ രാജ്യത്തിന്റെ ധനകാര്യ ചുമതലയിലേക്ക് നിയമിച്ചു. ഇത് വെറും ഒരു പദ്ധതിയല്ല, ഒരു ദൗത്യത്തിന്റെ തുടക്കമായിരുന്നു. രാജ്യം സമൃദ്ധിയിൽ മുങ്ങി. യൂസഫ് നിർദ്ദേശിച്ചു, അധിക വിളവ് സംഭരിക്കുക, പാഴാക്കരുത്, ഭാവിയെ ചിന്തിക്കുക. ഇത് ദൈവിക ജ്ഞാനവും ഭരണ നൈപുണ്യവും ചേർന്ന മാതൃക. ശേഷം ക്ഷാമം തുടങ്ങി. വിളകൾ വറ്റി, ജനങ്ങൾ ദുരിതത്തിലായി. പക്ഷെ ഈജിപ്ത് സുരക്ഷിതമായി. കാരണം തയ്യാറെടുപ്പ്. ഇപ്പോൾ അയൽ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ധാന്യം തേടി ഈജിപ്തിലെത്തിയിരിക്കുന്നു. ക്ഷാമം കനാനിലും എത്തി. യോസഫിന്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് ധാന്യം വാങ്ങാൻ വന്നു. അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല, പക്ഷെ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. ചിന്തിക്കൂ, കിണറ്റിൽ തള്ളിയവർ ഇന്ന് അവന്റെ മുന്നിൽ സഹായം തേടി നിൽക്കുന്നു. ഇത് പ്രതികാരത്തിനുള്ള അവസരമോ അല്ല, ഇത് പരീക്ഷണത്തിന്റെ അവസാന ഘട്ടം. അദ്ദേഹം ഉടൻ